ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ മർക്കോസിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ ആദ്യമായിട്ട് എഴുതപ്പെട്ട സുവിശേഷമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം. പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്തീയർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ആ സുവിശേഷത്തിൻ്റെ പാട്ടൊക്കെ പാടുമ്പോൾ മർക്കോസ് റോമിലെ സഭയ്ക്ക് എഴുതിയെന്നാണ് നമ്മൾ പാടുന്നത്. ഏറ്റവും അധികമായിട്ട് മർക്കോസ് പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്തീയർക്ക് വേണ്ടി, പ്രത്യേകിച്ചും റോമായിലുള്ളവർക്കൊക്കെ വേണ്ടി എഴുതിയ ഒരു സുവിശേഷമാണ്. ആദ്യത്തെ സുവിശേഷവുമാണ്. മത്തായിയുടെ സുവിശേഷവും ലൂക്കായുടെ സുവിശേഷവും എല്ലാം ഒത്തിരിയേറെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അടിസ്ഥാനമിട്ടാണ് എഴുതിയിരിക്കുന്നതെന്നൊക്കെ ചരിത്രവും സുവിശേഷ പണ്ഡിതന്മാരും ഒക്കെ നമ്മോട് പറയുന്നുണ്ട്. ബർണബാസിൻ്റെ കസിനായിരുന്നു വിശുദ്ധ മർക്കോസ്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ ജോൺ മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് മർക്കോസിനെ നമ്മൾ പരിചയപ്പെടുന്നത്. പത്രോസ് എന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, വളരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിരുന്നൊരു വ്യക്തിയാണ് വിശുദ്ധ മർക്കോസ്. എൻ്റെ പുത്രനായ മർക്കോസിനെ ഞാൻ അഭിവാദനം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാം. ഇതിനിടയിൽ പൗലോസും ബാർണബാസും തങ്ങളുടെ മിഷണറി യാത്രയിൽ ആരെ കൂട്ടണം എന്നുള്ള ചെറിയൊരു തർക്കമുണ്ടാകുന്നുണ്ട്. പൗലോസ് ലീഹ മർക്കോസിനെ കൂട്ടാൻ വിസമ്മതിക്കുകയും ശീലാസുമായിട്ട് പോവുകയും ബാർണബാസ് മർക്കോസുമായിട്ട് സുവിശേഷ പ്രസംഗത്തിനായിട്ട് പോവുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നു. പിന്നീട് കൊളോസോസുകാർക്കുള്ള ലേഖനത്തിലും തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലുമൊക്കെ മർക്കോസിനെ പൗലോസ് ലീഹ വളരെ സ്നേഹത്തോടെ അഭിവാദനം ചെയ്യുന്നതും സ്വീകരിക്കണമെന്നുള്ള കത്ത് കൊടുക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആദ്യകാലത്തെ സഭയുടെ ചരിത്രത്തിലും ജീവിതത്തിലുമൊക്കെ ഒത്തിരിയേറെ സുപ്രധാനമായൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് വിശുദ്ധ മർക്കോസ്. ഒരിക്കൽ വെനീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇറ്റലിയിലെ വെനീസിൽ പീഡനങ്ങളുടെ സമയത്ത് അഭയം തേടിയപ്പോൾ ഒരു സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ചിറകുള്ള ഒരു സിംഹത്തിൻ്റെ രൂപത്തിൽ മർക്കോസിന് പ്രത്യക്ഷപ്പെടുകയും മർക്കോസിന് സമാധാനം ആശംസിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സുവിശേഷകനായ വിശുദ്ധ മർക്കോസിൻ്റെ ചിഹ്നം ചിറകുള്ള ഒരു സിംഹത്തിൻ്റെയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഓരോ സുവിശേഷകരും ഓരോ വിശുദ്ധരും നമ്മുടെ മുൻപിൽ നൽകുന്ന ഏറ്റവും വലിയ സാക്ഷ്യവും സന്ദേശവും സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ളതാണ്. നമ്മളെല്ലാവരും സുവിശേഷം പ്രസംഗിക്കുവാൻ, സുവിശേഷം പങ്കുവയ്ക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് വലിയ ഒരു സന്ദേശവചനം നമുക്ക് തരുന്നത്. പലപ്പോഴും നമുക്കിത് പറയാൻ എളുപ്പവും ഇഷ്ടമൊക്കെയാണ്. പക്ഷേ എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സുവിശേഷം പങ്കുവയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഇവാഞ്ചലൈസ് ചെയ്യേണ്ടത്, സുവിശേഷവൽക്കരണം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ പ്രയാസങ്ങളായിരിക്കാം. ഞാൻ എങ്ങനെ സുവിശേഷം പങ്കുവയ്ക്കാനാണ്? അച്ഛനത് പറയാൻ എളുപ്പമാണ്. കാരണം അച്ഛൻ ആൾത്താരിൽ കയറി നിൽക്കുന്നുണ്ട്, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കാൻ മൈക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഈശോനെക്കുറിച്ച് പറയാൻ ഇച്ചിരിയും കൂടി എളുപ്പമാണ് എന്ന് നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ശരിയായിരിക്കാം. ഒരു പക്ഷേ വൈദികനായതുകൊണ്ട് ആൾത്താരയിൽ കയറുവാനും വചനം പ്രസംഗിക്കുവാനും ഒക്കെ എനിക്ക് സാധ്യതയുണ്ട്. പക്ഷേ പ്രിയമുള്ളവർ, അത് മാത്രമല്ല സുവിശേഷവൽക്കരണം. സുവിശേഷവൽക്കരണം ഞാനായിരിക്കുന്ന ഇടത്ത് ഈശോയെ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. പൗലോസും പത്രോസും ഒന്നും എപ്പോഴും സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം കൊണ്ടല്ല സുവിശേഷവൽക്കരണം ചെയ്യുന്നത്, അവരുടെ ജീവിതം കൊണ്ട് കൂടിയാണ്. ഫിലിപ്പിയനിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം പൗലോസ് ലീഹ ജയിലിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നത്. ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് ലീഹ ഇങ്ങനെ ഈ ഒരു ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലീഹ ഏറ്റവും ആത്യന്തികമായിട്ട് സുവിശേഷം പ്രസംഗിച്ചത് ആരോടാണെന്നറിയാവോ? തൻ്റെ ആ ഒരു തടവറയ്ക്ക് കാവൽ നിന്നിരുന്ന ആ ഒരു പടയാളികളോടാണ്. ആ ഒരു ലേഖനത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഈ ഒരു തടവറയ്ക്ക് കാവൽ നിൽക്കുന്നവരിങ്ങനെ വന്നും പോയിരുന്നു. ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആ ഒരു രാജകീയ കുടുംബത്തിലെ പലരും വിശ്വാസം സ്വീകരിച്ചു. പിന്നെ ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസിലേക്ക് എഴുതിയത് എന്താ? സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ക്രിസ്തുവിൽ സന്തോഷിക്കുവിൻ. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ജയിലിലാണെങ്കിലും, ഞാൻ പള്ളിയിലാണെങ്കിലും, ഞാൻ വീട്ടിലാണെങ്കിലും, ഞാൻ പണിയുടെ സ്ഥലത്താണെങ്കിലും എനിക്ക് ആരോട് വേണമെങ്കിലും ഈശോയെക്കുറിച്ച് പറയാവുന്നതേ ഉള്ളൂ. ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സുവിശേഷവൽക്കരണം. രണ്ടാമതായിട്ട്, എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയോടും എന്തെങ്കിലുമൊക്കെ ഈശോയെക്കുറിച്ച് ഒരു വാക്കെങ്കിലുമൊക്കെ പറയാൻ, അല്ലേ? ഇന്ന് പള്ളിയിൽ പോയോന്നെങ്കിലും ഒന്ന് ചോദിക്കാൻ, കുരിശ് വരയ്ക്കുന്നുണ്ടോ വീട്ടിൽ നിന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു വചനം ഒന്ന് പറഞ്ഞ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നിടത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട.
നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ എങ്ങനെ ഈശോയെ പങ്കുവയ്ക്കാമെന്ന് ചിന്തിച്ചാൽ മതി. ജയിലിൽ കിടക്കുന്ന പൗലോസിനോട്, തൻ്റെ തടവറയ്ക്ക് കാവൽ നിൽക്കുന്നവരോട് ഈശോയെക്കുറിച്ച് പറയാമെങ്കിൽ, പ്രിയമുള്ളവരെ, അത്ര വലിയ അവസ്ഥയിലൂടെ ഒന്നും നമ്മൾ കടന്നു പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എങ്ങനെ ദൈവസ്നേഹത്തിന് സാക്ഷിയാകുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇന്നത്തെ സുവിശേഷ ഭാഗം പറയുന്നത് എന്താ? കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു, വിശ്വസിക്കുന്നവരോട് കൂടെ. അവർക്ക് എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ടാണ് മർക്കോസിൻ്റെ ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, അവർ പുതിയ ഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അവർക്കത് ഏൽക്കില്ലെന്നൊക്കെ പറയുമ്പോൾ വചനം പറയുന്നത് എന്താ? ഈ ലോകത്തിന് നൽകാൻ പറ്റാത്ത ഒരു കൃപ, ഒരു ശക്തി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മർക്കോസിനെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തിരുനാളിൽ വിജാതീയരായവർ അവരുടെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ദേവാലയത്തിൽ കയറി ചെന്ന് പിടികൂടി ഈ പാറക്കെട്ടുകളുടെയും കല്ലുകളിലൂടെയും ഒക്കെ 2-3 ദിവസം ഇങ്ങനെ വലിച്ചഴച്ചു. ആദ്യത്തെ ദിവസം അവരുടെ തെരുവുകളിലൂടെയും കല്ലിൻ്റെ പുറത്തൂടെയൊക്കെ വലിച്ചഴച്ച് ഇങ്ങനെ ശരീരം മൊത്തം വ്രണപ്പെട്ട് മാംസമൊക്കെ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പറഞ്ഞ് അതിലൂടെയൊക്കെ പോകുന്ന അവസ്ഥയിലായിട്ട് ഒരു ദിവസം രാത്രി തടവറയിൽ പൂട്ടിയിട്ട് പിറ്റേ ദിവസം വീണ്ടും വലിച്ചഴച്ചു കൊണ്ട് പോകുന്ന സമയത്താണ് വിശുദ്ധ മർക്കോസ് രക്തസാക്ഷിത്വം വരിക്കുന്നത്. പിന്നീട് മർക്കോസിൻ്റെ ആ ശരീരം അവർ ദഹിപ്പിക്കുവാനായിട്ട്, കത്തിച്ച് കളയുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാവുകയും അവരെല്ലാം അവിടെ നിന്ന് ഭയപ്പെട്ട് ഓടിപ്പോവുകയും ചെയ്തത്. അങ്ങനെയാണ് വിശ്വാസികൾ മർക്കോസിൻ്റെ ശരീരം സ്വീകരിച്ച് അത് പ്രാർത്ഥനകളോടുകൂടി, ഭയഭക്തിയോടുകൂടി സംസ്കരിച്ചത്. സ്നേഹമുള്ളവരെ, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ആർക്കും വേദനകളോ പീഡനങ്ങളോ സങ്കടങ്ങളോ ഉണ്ടാവില്ലെന്നല്ല വചനം പറയുന്നത്. പിന്നെയോ ആ വേദനകൾക്കിടയിലും സന്തോഷമല്ല, ആനന്ദത്തോടു കൂടി ആയിരിക്കാൻ അവർക്ക് സാധിച്ചു. ആനന്ദമെന്ന് പറയുന്നത് എൻ്റെ ഒരു ജീവിത അവസ്ഥയാണ്. സന്തോഷം ഉണ്ടാകുന്നിടത്തല്ല ആനന്ദം. ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തെ തകർക്കാൻ പറ്റാത്തൊരു സാന്നിധ്യം. അത് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും തൻ്റെ ഓരോ വേദനകളിലും സങ്കടങ്ങളിലും ഒരു സായുജ്യം കണ്ടെത്തുന്ന, കർത്താവിനൊരു പീഡകളോടുകൂടെ, കർത്താവെ നിനക്ക് വേണ്ടി എനിക്ക് പീഡ സഹിക്കാൻ പറ്റിയല്ലോ എന്ന് സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മടങ്ങിപ്പോയ ശിഷ്യന്മാരെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഉള്ളിലുള്ള ആനന്ദം. അടി കിട്ടുമ്പം ചിരിക്കുന്നതല്ല എൻ്റെ ഉള്ളിലെ സന്തോഷം. പിന്നെയോ ഞാൻ പ്രഹരമേൽക്കുമ്പോഴും, എനിക്ക് വേദന ഉണ്ടാകുമ്പോഴും, എനിക്ക് സങ്കടമുണ്ടാകുമ്പോഴും ആ സങ്കടങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതാണ് ആനന്ദം. എൻ്റെ മുറിവുകളിലും എൻ്റെ വിഷമങ്ങളിലും കർത്താവിൽ ആശ്രയിക്കാൻ പറ്റുന്നതാണ് ആനന്ദം. അതെന്നെ തകർക്കില്ല, കാരണം എൻ്റെ ആശ്രയം കർത്താവിലാണ്. അതാണ് കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദാനം. കർത്താവ് അവരോടുകൂടെ ഉണ്ടായിരിക്കുകയും അവരോടുകൂടെ എല്ലാ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മുടേതായ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരാൻ ചിലപ്പോൾ ആഗ്രഹിക്കാറില്ല. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഇന്നത്തെ ദിവസം കാണുന്നൊരു വ്യക്തിയുടെ ഒന്ന് പുഞ്ചിരിക്കും, സുഖമാണോ എന്നൊന്ന് ചോദിക്കും, പള്ളിയിൽ പോയോ എന്നൊന്ന് ചോദിക്കും, ഇന്നലെ കുരിശ് വരച്ചാരെന്ന് ചോദിക്കും, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി എന്ന് ചോദിക്കും, എന്നെ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന ഈ ഒരു ജീവിതം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോ എന്നോട് എന്ത് പ്രവർത്തിച്ചു എന്ന് ഞാൻ മറ്റൊരാളോട് പങ്കുവയ്ക്കുന്നതാണ് എൻ്റെ സുവിശേഷം. നമ്മുടെ ജീവിതവും നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും, വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ അപ്പനോട്, അമ്മയോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നു, എന്ത് നിലപാടെടുക്കുന്നു, അതാണ് എൻ്റെ സുവിശേഷം. ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് മാറി വേറിട്ട ഒരു ജീവിതം, നന്മയോട് ചേർന്ന് നിൽക്കുവാൻ, സത്യസന്ധതയിൽ ആഴപ്പെട്ട് നിൽക്കുവാൻ എനിക്ക് പറ്റുന്നൊരു ജീവിതം, അതാണ് എൻ്റെ സുവിശേഷം. കൂട്ടുകാരുടെ ഇടയിലായിരിക്കുമ്പോഴും തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യരുത് എന്ന് പറയാൻ ഞാൻ എടുക്കുന്നൊരു ആർജവം, അതാണ് എൻ്റെ സുവിശേഷം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.